കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കുറ്റ്യാടിയിലൊക്കെ ഉണ്ടായ മട്ടിലുള്ള ഒരു സഹകരണമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിലും പോയേനെ. ഇനിയും അങ്ങനെയൊരു സഖ്യം സാധ്യമാവില്ല എന്ന തോന്നൽ എനിക്കില്ല. വെൽഫെയർ പാർട്ടിയുമായി ആ നിലയ്ക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സഹകരിച്ചേക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോൾ ഇവിടെ കുറ്റ്യാടിയിൽ അങ്ങനെ ആ നിലയ്ക്കൊരു തീരുമാനവും ആലോചനയൊക്കെ ഉണ്ടായാൽ അതിനകത്തൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും അത്തരത്തിൽ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിൽ സീറ്റ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അത്തരം ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ പല കാരണങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് സാഹചര്യം മാറി, മറ്റൊന്നായി. കാരണം ദീർഘകാലമായി ഈ വെൽഫെയർ പാർട്ടി UDFൻ്റെ ഭാഗമാകാനായി കഠിനമായി ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിലൊരു അനുകൂലമായ, അതായത് മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ള പ്രഖ്യാപനം ആ നിലയ്ക്ക് ഉണ്ടാകുന്നത്, ആ നിലയ്ക്ക് സഹകരിപ്പിക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ്. അവിടെ ഒരു പ്രശ്നം, അതിലേറ്റവും കൂടുതൽ ഒരു കടന്ന പ്രയോഗവും കടന്ന ഒരു കാഴ്ചപ്പാടും ഉണ്ടായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ്. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ വി ഡി സതീശൻ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാകാം. അല്ലാതെ ഈ UDFിലെ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിയോ ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാരോ പോലും ആ കാര്യത്തെക്കുറിച്ച്, ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആരും അങ്ങനെ കരുതില്ല. കാരണം അടിസ്ഥാനം മതരാഷ്ട്രവാദം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒന്നും ഒരു ഘട്ടത്തിലും സമ്പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ആ പ്രഖ്യാപനം വന്നതോടെ ഇത് അതിനുശേഷമാണ് സ്വാഭാവികമായും ആ ചർച്ച ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ചർച്ച സ്വാഭാവികമായും നടക്കാൻ ഏറ്റവും കൂടുതൽ അത് തുടർന്ന് നടക്കാൻ സാധ്യതയുള്ള എവിടെയാണ്? ഇടതുപക്ഷം അവിടെ അവസാനിപ്പിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ അവസാനിപ്പിച്ച് അങ്ങ് പോയി. പക്ഷേ അത് തുടർന്ന് നടക്കാൻ ഇടയുള്ളത് എവിടെയാണ്? കോൺഗ്രസിൽ തന്നെ, അല്ലെങ്കിൽ UDFിൽ തന്നെയാണ്. കാരണം എന്താണ്, സമസ്തയുടെ വോട്ടുകൾ ഒരു കാലത്ത് EK സമസ്തയുടെ വോട്ടുകൾ സമ്പൂർണ്ണമായും UDFിന് പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വലിയൊരളവോളം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ആ വോട്ടുകൾ എന്ന നിലയ്ക്ക് തന്നെ വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും അങ്ങനെയല്ല, പക്ഷേ സമസ്തയുടെ വോട്ടുകൾ പൂർണ്ണമായും ആ നിലയ്ക്ക് ലീഗ് എന്ത് തീരുമാനിക്കുന്നോ അതിനനുസരിച്ച് നിൽക്കാം എന്ന മട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ 2016 മുതൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ധാരാളം പേര് സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ വന്നിട്ടുണ്ട്. ഇടതുമുന്നണി ആയാലും ചരിത്രത്തിലാദ്യമായി 2016 ശേഷമാണ് ഈ സമസ്തയുടേതായ താല്പര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നതും നേരിട്ട് മുഖ്യമന്ത്രിയുമായി സമസ്ത നേതൃത്വവുമായി സംസാരിക്കുന്നതും ഒക്കെയായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയത്.